ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് അഗ്നിയിൽ ഉരുകാത്തതും അരുണോദയത്തിൽ ഉരുകും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനകത്ത് വലിയൊരു സന്ദേശമുണ്ട്. ശരിക്കും ഇത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:27 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്. അഗ്നിയിൽ നശിക്കാത്തതും അരുണോദയത്തിൽ ഉരുകും. എന്താണ് അതിൻ്റെ സന്ദേശം എന്ന് തുടർന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇത് അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കണം, ദൈവത്തെ അന്വേഷിക്കണം എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു കാര്യം ചെയ്യുന്നവർക്ക് ഈ കാര്യം അവരുടെ ജീവിതത്തിൽ സാധ്യമാകും. അഗ്നിയിൽ ഉരുകാത്തതും അരുണോദയത്തിൽ ഉരുകും. ശരിക്കും നമ്മൾ ഇതേക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ചില പാപക്കറകൾ അതേക്കുറിച്ച് കർത്താവ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. എസെക്കിയേൽ 24:13 നിൻ്റെ നിന്ദ്യമായ ഭോഗാസക്തി കട്ടിയേറിയ ക്ലാവ് കറയായിട്ട് നിന്നെ പിടിച്ചിരിക്കുന്നു. ഇത് ഞാനൊന്ന് ഉരുക്കാൻ അഗ്നിയിൽ വെച്ചിട്ട് പോലും ഉരുകുന്നില്ല. അഗ്നിയിൽ പോലും ഉരുകാത്ത കട്ടിയേറിയ ക്ലാവ് ഭോഗാസക്തി. ഇത് പാപത്തിൻ്റെ കറയാണെങ്കിലും ഇതുപോലെ കട്ടിയേറിയ ഒരു ക്ലാവായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അഗ്നിയിൽ പോലും അത് ഉരുക്കാൻ നോക്കിയിട്ട് ഉരുകുന്നില്ല. പക്ഷെ അത് അരുണോദയത്തിൽ ഉരുകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. 2 കുടുംബങ്ങളുടെ സംഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഡൽഹിയിൽ നിന്ന് വന്നാണ് ഒരു കുടുംബം, മർത്തോമ കുടുംബം. ഒരു ധ്യാനമൊക്കെ കൂടി ധ്യാനം കഴിഞ്ഞ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന മകൻ 10ാം ക്ലാസ് പഠിക്കുന്നവനാണ്. അവനൊരു ജപമാലയുടെ പുസ്തകം, ജപമാല ഇതെല്ലാം സ്വന്തമാക്കിയാണ് പോയത്. എന്നിട്ട് ഞാൻ പിന്നീട് ആ കുടുംബത്തിൽ നിന്നും കേട്ടൊരു കാര്യം, എല്ലാ ദിവസവും വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേൽക്കും. ഇവൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് മാതാപിതാക്കളും എഴുന്നേറ്റ് അവൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ ആ പ്രാർത്ഥന കഴിയുമ്പോൾ പഠിക്കാനിരിക്കും. അവർ പോയി വേണേൽ കുറച്ചുകൂടെ കിടന്നുറങ്ങും. എന്നിട്ട് പിന്നീട് അവർ എഴുന്നേറ്റ് വരും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം മകനിങ്ങനെ കാണിക്കുന്നത് കണ്ടപ്പോൾ അവർക്കും ആ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാതിരിക്കാനായിട്ട് അവർക്ക് തോന്നിയില്ല. ഇനി അവരുടെ കുടുംബത്തിൽ വന്ന മാറ്റങ്ങളും അവൻ്റെ പഠന മേഖലയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ അവർ വലിയ സന്തോഷത്തോടെയാണ് അവർ പങ്കുവെച്ചത്. അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ ആ കുടുംബത്തിൽ വന്ന മാറ്റം മറ്റൊരു കുടുംബം അവർ പങ്കുവെച്ചാണ്. ഞങ്ങൾ ആ ഒരു ഭവനത്തിൽ ഒരു കൺവെൻഷൻ്റെ ഭാഗമായിട്ട് താമസിച്ചതാണ്. ഇനി അവർ സൂചിപ്പിച്ചൊരു കാര്യം ഞങ്ങൾ തന്നെ കണ്ടതാണ്. ഞങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്തും വെളുപ്പിനെ 3 മണിയാകുമ്പോഴത്തേക്കും ആ വീട്ടിൽ തുതിപ്പും പ്രാർത്ഥനയും അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇതിനുശേഷം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അവർക്ക് 2 മക്കളാണ്. ഇനി ആ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഇവർ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേക്കും ട്യൂഷൻ കൊടുക്കാൻ. 2 പേരെ ഇവർ മാറി മാറി പഠിപ്പിക്കും. ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ പഠിപ്പിക്കുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അത്രയും ട്യൂഷനൊക്കെ കൊടുത്തിട്ടും പിള്ളേരിൽ വലിയൊരു റിസൾട്ട് കണ്ടില്ല. അതവരെ ഒരുപാട് വിഷമിപ്പിച്ചു, വേദനിപ്പിച്ചു. അവരൊരു ധ്യാനം കൂടിയപ്പോൾ ഒരു കൗൺസിലിങ്ങിൻ്റെ സമയത്ത് അവർ കിട്ടിയൊരു മെസ്സേജ്, നിങ്ങൾ ഈ ട്യൂഷൻ കൊടുക്കുന്നത് നിർത്തുക, പക്ഷേ 3 മണിക്ക് തന്നെ നിങ്ങൾ എഴുന്നേക്കണം. എഴുന്നേറ്റിട്ട് ഈ ട്യൂഷൻ കൊടുക്കുന്നതിന് പകരം നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കും, ബാക്കി കർത്താവ് ചെയ്യും. അവരിത് പങ്കുവെച്ചിട്ട് അവർ പറഞ്ഞൊരു കാര്യം, കർത്താവ് പറഞ്ഞത് അച്ചട്ടായിരുന്നു. ഞങ്ങളുടെ മക്കൾക്ക് ട്യൂഷൻ കൊടുത്തിട്ട് അവർക്ക് കിട്ടാതിരുന്ന റിസൾട്ടാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം. അവർ 2 പേരും നല്ല വിദ്യാഭ്യാസം നേടി നല്ല ജോലി സമ്പാദിച്ച് വെൽ സെറ്റിൽഡാണ്. വെളുപ്പിനെ എഴുന്നേറ്റ് അരുണോദയത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വൻ കാര്യങ്ങളാണ്. നമുക്ക് ഈ 2 സംഭവങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് 2-3 കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞല്ലോ, ഉരുകേണ്ടത് പാപക്കറയാണ്. നമ്മുടെ ഹൃദയം കഠിനമാണെങ്കിൽ ആ ഹൃദയം മാംസളമാകണം. നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ് പാപക്കറ പൂണ്ടിരിക്കുകയാണെങ്കിൽ അത് ക്ലീൻ ചെയ്യണം. പാപക്കറയാണ് നമ്മൾ ഉരുക്കിയെടുക്കേണ്ടത്. അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇച്ചിരി ത്യാഗമെടുത്ത് വെളുപ്പിനെ എഴുന്നേറ്റൊക്കെ പ്രാർത്ഥിച്ചാൽ വളരെ നല്ലതാണ്. പാപം മാറിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. 2-മത്തെ കാര്യം, നമ്മൾ പാപത്തിൽ വീഴാതിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രാർത്ഥന ഉണ്ടായേ പറ്റൂ. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവർ പാപത്തിൽ വീഴുന്നത് അസാധ്യമാകും. പ്രാർത്ഥന അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കും, ദുഷ്കരമായ കാര്യങ്ങൾ എളുപ്പമാക്കും, ഒപ്പം നീ പാപത്തിൽ വീഴുന്നത് അസാധ്യമാക്കും. അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയില്ലാതിരുന്നിട്ട്, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാതിരുന്നിട്ട് എനിക്ക് പ്രലോഭനമാണ്, ഞാൻ വീണു പോവാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവസാനമായിട്ട് അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2-3 വചനഭാഗങ്ങൾ നമുക്കെടുക്കാം. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുക, എങ്ങനെയാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് സ്വീകരിക്കാൻ പറ്റുക? പ്രഭാഷകൻ 32:14 സുപരിചിതമായൊരു വചനമല്ലേ? പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് കൃപ ലഭിക്കും. ദൈവകൃപ വേണോ? പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവരായിട്ട് മാറണം.
ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:14 വായിച്ചാലോ? പ്രഭാതത്തിൽ ഉണർന്ന് ജ്ഞാനം തേടുന്നവർ നിഷ്പ്രയാസം അവളെ കണ്ടെത്തും. ജ്ഞാനത്തിൻ്റെ അഭിഷേകം പോലെ വിലപിടിപ്പുള്ള മറ്റൊരു അഭിഷേകം ഇല്ല. അതിന് പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടണം. യെരമ്യാ 29:13 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടും. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറിയാൽ വലിയൊരു നേട്ടമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.